ബി.ജെ.പിക്കാർക്കുണ്ടായതിനേക്കാൾ അസ്വസ്ഥത കേരളത്തിലെ CPM നേതാക്കളാണ്. ഈ മന്ത്രി MP രാജേഷിൻ്റെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലേ? RSS നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ. ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തേക്ക് പോയതുപോലെയാണോ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് എന്ന ചോദ്യം ഉയർത്തുകയാണ് കോൺഗ്രസ്. ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തേക്ക് ഒരു രാത്രി വെളുക്കുമ്പോൾ ചെല്ലുന്നു, അവിടുത്തെ സ്ഥാനാർത്ഥിയാകുന്നു. എന്നാൽ സന്ദീപ് വാര്യർ താൻ ഇതുവരെ കൊണ്ടു നടന്ന പ്രത്യയശാസ്ത്രങ്ങൾ തെറ്റാണെന്നും താൻ വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുവാൻ എത്തിയിരിക്കുകയാണെന്നും BJPയും CPM തമ്മിൽ പല ബാന്ധവങ്ങളും ഉണ്ടായിരുന്നു എന്നടക്കമുള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് എത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അതിൽ തന്നെ പ്രതിപക്ഷ നേതാവ് BD സതീശൻ ഈ വിഷയത്തിൽ ചില കൃത്യതകൾ വരുത്തുകയാണ്. മാധ്യമങ്ങളുമായി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഇടയിലായിരുന്നു ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നാൽ CPMന് ഇപ്പോൾ എന്താണ് പ്രശ്നം? ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒരു ക്രിസ്റ്റൽ ക്ലിയർ സഖാവാണെന്നും ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന നേതാവാണെന്നും ഒക്കെ പറഞ്ഞ AK ബാൽ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർക്ക് സന്ദീപ് വാര്യർ ഇടതുപക്ഷത്തിന് കൈ കൊടുക്കാതെ കോൺഗ്രസിന്റെ കൈകൾക്ക് കരുത്തു പകരുവാൻ വന്നതിൽ ഇപ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന് പ്രശ്നമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. BJP വിട്ട് BJPയുടെ മുഖവും ശബ്ദവുമായിരുന്ന ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ BJPക്കാർക്കുണ്ടായതിനേക്കാൾ അസ്വസ്ഥത കേരളത്തിലെ CPM നേതാക്കളാണ്. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത? ഒരു BJP നേതാവ് കോൺഗ്രസിൽ ചേർന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും BJPയിലേക്ക് ചേർന്നാൽ അതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും കോൺഗ്രസിനെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്ന ആളുകൾ BJPയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചപ്പോൾ എന്തിനാണ് CPM നേതാക്കൾ അസ്വസ്ഥരാകുന്നത്? അയാൾ സത്യസന്ധനാണ്, മികച്ചവനാണ്, മിടുക്കനാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ല, അതുകൊണ്ട് ഇയാൾ വലിയ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ഈ മന്ത്രി MP രാജേഷിൻ്റെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലേ? ഇതാണ് നാണം കെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. നാണം കെട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിടുവായിത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയുക. ഇത് രണ്ടു ആളുകൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പരിഹാസ്യരാവുകയാണ്. ഈ മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസ്യനായി ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ മനോരമ ചാനലിലാണ് ആ വിഷയം വന്നു എന്ന് പറയുന്നത്. ആ മനോരമ ചാനലിൽ ആ സമയത്ത് ആങ്കറായിരുന്ന ശ്രീ അയ്യപ്പദാസ് ഇന്നലെ തന്നെ ക്ലിയറായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, അത് സ്വരാജ് പറഞ്ഞതാണ്. സ്വരാജ് പറഞ്ഞ ഒരു കാര്യം സന്ദീപ് വാര്യർ പറഞ്ഞതാണ്, അത് മാത്രം കട്ട് ചെയ്ത് CPM പ്രചരിപ്പിച്ചതാണ് എന്ന് മനോരമ ന്യൂസിലെ ആങ്കർ, ഈ സംഭവം നടന്ന ദിവസത്തെ ആങ്കർ അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ, ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശ്യം നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളിതൊന്നും ഈ ചോദ്യം പത്മജ വേണുഗോപാലോടും അനിൽ ആൻ്റണിയോടും ചോദിച്ചില്ലല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ BJP രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത്. ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ. ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിച്ച ആളുകൾ ഇവരൊന്നും എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലല്ലോ. മറ്റേ LDFൻ്റെ സ്ഥാനാർത്ഥി അപ്പുറത്തോട്ട് പോയതുപോലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, BJPയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. പിറ്റേ ദിവസം EP ജയരാജൻ പറയുന്നത് പോലെ അവസരവാദിയായി ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിന് വേണ്ടി അപ്പുറത്തേക്ക് മറികടം ചാടിയ ആളല്ല സന്ദീപ് വാര്യർ. അൺകണ്ടീഷണലായി ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു. അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇനിയില്ല, ഇനി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്, അതാണ് നല്ലത് എന്ന് തീരുമാനിച്ച ഒരാൾ വരുന്നു. അതെന്താ തെറ്റ്? അത് നിങ്ങളിത് അയാൾ CPMലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം, ഞങ്ങളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ്, സംസാരിച്ചു വെച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തത്
ഈ സന്ദീപ് വാര്യറിന് CPM നേതാക്കന്മാരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൂടി കിട്ടിയല്ലോ ഇപ്പോൾ. അതുകൂടി കിട്ടിയപ്പോൾ ആളെ ഞങ്ങൾ കൊണ്ടുവന്നു പുറത്തോട്ട്. ഇത്ര തമാശയുടെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അൺകണ്ടീഷണലാണ് വരവ്. പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, KPCC പ്രസിഡന്റാണ് പറഞ്ഞത്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ തന്നെ ഉണ്ടാവും.